സന്തോഷധ്വനിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആത്മാവിൻ്റെ ഫലങ്ങൾ. പ്രിയമുള്ളവരെ, തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ആത്മാവിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് ഇന്ന് ചിന്തിക്കാം. യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചവരുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് വളർത്തുന്ന ദൈവിക ജീവിതത്തിൻ്റെ 9 ഗുണവിശേഷതകൾ ആത്മാവിൻ്റെ ഫലത്തിൽ ഉൾപ്പെടുന്നു. 9 ഗുണങ്ങൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. സ്നേഹം, സന്തോഷം, സമാധാനം, സഹിഷ്ണുത, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മനിയന്ത്രണം. വിശുദ്ധ പൗലോസ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 22-23 വാക്യങ്ങളിൽ ഈ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവിക ജീവിതത്തിൻ്റെ 9 ഗുണവിശേഷതകൾ. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ജീവിതം ഭക്തിഘട്ട ജീവിതത്തിൻ്റെ വിശേഷതകളിൽ നിന്ന് വ്യത്യസ്തമായി വിശുദ്ധ പൗലോസ് അവതരിപ്പിക്കുന്നു. ആത്മാവിൻ്റെ ഫലത്തിനെതിരായുള്ള കാര്യങ്ങളെ ജഡത്തിൻ്റെ പ്രവൃത്തികൾ എന്നാണ് ഗലാത്യ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഓരോ മനുഷ്യനും ജനിക്കുന്ന പാപപ്രകൃതിയാൽ നിയന്ത്രിക്കപ്പെടുന്നതാണ് ഭക്തിഘട്ട ജീവിതം. ജഡത്തിൻ്റെ പ്രവൃത്തികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, മന്ത്രവാദം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദന്തോഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് എന്നിവ. ഗലാത്യർ 5-ാം അധ്യായം വിശുദ്ധ പൗലോസ് എഴുതിയതിൻ്റെ ഉദ്ദേശം നാം ക്രിസ്തുവിനുള്ളവർ എന്നും നാം പാപപ്രകൃതിയുടെ അടിമകളല്ലെന്നും വായിക്കുന്നവരെ പ്രബോധിപ്പിക്കുകയാണ്. ഒരു വ്യക്തി ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ അവരുടെ പാപ സ്വഭാവത്തെ മറികടക്കുവാനും ക്രിസ്തുവിൻ്റെ സ്വഭാവം വികസിപ്പിക്കാനുമുള്ള പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അവർക്ക് ലഭിക്കുന്നു. ക്രിസ്തുവിൻ്റെ സ്വഭാവം അവൻ്റെ ആത്മാവിൻ്റെ ഫലത്തിൽ അടയാളമായി മാറുന്നു. ഒന്നാമതായി സ്നേഹം. ഈ സന്ദർഭത്തിൽ സ്നേഹത്തിൻ്റെ ഗ്രീക്ക് പദമാണ് അഗാപ്പെ. ഇറോസ് എന്ന് വെച്ചാൽ റൊമാൻറ്റിക് പ്രണയം, ഫിലിയ എന്നാൽ സൗഹൃദ പ്രണയം, സ്റ്റോർജ് എന്നതിൻ്റെ അർത്ഥം കുടുംബ സ്നേഹം. ഇവ ഉൾപ്പെടെ വ്യത്യസ്ത ഗ്രീക്ക് പദങ്ങളാൽ പ്രകടിപ്പിക്കുന്ന വ്യത്യസ്ത തരത്തിലുള്ള സ്നേഹത്തിൻ്റെ ഏറ്റവും ഉയർന്ന രൂപമാണിത്. ദൈവം തൻ്റെ സൃഷ്ടിയോട് കാണിക്കുന്ന സ്നേഹമാണ് അഗാപ്പെ. അത് ശുദ്ധവും നിസ്വാർത്ഥവും ആത്മത്യാഗപരവുമാണ്. അതെല്ലായ്പ്പോഴും മറ്റുള്ളവർക്കും ശത്രുക്കൾക്ക് പോലും എന്തു വില കൊടുത്തും മികച്ചത് തേടുന്നു. കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായത്തിൽ ഈ സ്നേഹത്തിൻ്റെ മനോഹരമായ വിവരണം നമുക്ക് കാണാം. രണ്ടാമതായി സന്തോഷം. ഗലാത്യർ 5-ൽ വിശുദ്ധ പൗലോസ് പരാമർശിക്കുന്ന സന്തോഷം ജീവിത സാഹചര്യങ്ങളിൽ നിന്നുമുള്ള സന്തോഷത്തെക്കാൾ വളരെ ആഴമേറിയതാണ്. ദൈവത്തെ അറിയുന്നതിലൂടെയും സേവിക്കുന്നതിലൂടെയും ലഭിക്കുന്ന അഗാധമായ ആനന്ദമാണത്. ക്രിസ്തു വിശ്വാസിയുടെ ജീവിതത്തിലെ ഈ ദിവ്യ സന്തോഷത്തിൻ്റെ പ്രാധാന്യം ബൈബിളിൽ വിവരിക്കുന്നു. കർത്താവിലുള്ള സന്തോഷമാണ് നിങ്ങളുടെ ശക്തി. മൂന്നാമതായി സമാധാനം. സമാധാനം എന്നത് അചഞ്ചലമായ ആന്തരിക ശാന്തതയാണ്. പ്രക്ഷുബ്ധമായ സമയങ്ങളിൽ അത് അപൂർവ ഗുണമായിരിക്കും. ആത്മാവിൽ നിന്ന് ലഭിക്കുന്ന സമാധാനം ഒരു ചെറിയ ആശ്വാസമല്ല, മനുഷ്യഗ്രഹണത്തിന് അതീതമായി. പൗലോസ് ഫിലിപ്പിയർ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 6-7 വാക്യങ്ങളിൽ ഇപ്രകാരം വിവരിക്കുന്നു: ഒന്നിനെക്കുറിച്ചും ആകുലരാകരുത്. എല്ലാ സാഹചര്യങ്ങളിലും പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും നന്ദിയോടെ നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവത്തിനു മുൻപിൽ സമർപ്പിക്കുക. എല്ലാ വിവേകത്തിനും അതീതമായ ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും ക്രിസ്തു യേശുവിൽ കാത്തു സൂക്ഷിക്കും. നാലാമതായി സഹിഷ്ണുത. സഹിഷ്ണുതയെ ദീർഘക്ഷമ എന്നും പറയുന്നു. സഹനത്തിന് ക്ഷമ എന്ന പൊതുപര്യായമുണ്ട്. ഓരോരുത്തർക്കും ഓരോ തരത്തിലായിരിക്കും. വേഗതയേറിയ ഈ ലോകത്ത് പലർക്കും ക്ഷമ കുറവായിരിക്കും. എന്നാൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരാളുടെ ഹൃദയത്തിൽ ഏറ്റവും ആവശ്യമുള്ള സമയങ്ങളിൽ ഒരിക്കലും അവസാനിക്കാത്ത ക്ഷമ നൽകുവാൻ പരിശുദ്ധാത്മാവിന് സാധിക്കും. പൂർണ്ണമായും എളിമയും സൗമ്യതയും പുലർത്തുക, സഹിഷ്ണുത പുലർത്തുക, പരസ്പര സ്നേഹത്തിൽ സഹിക്കുക. അഞ്ചാമതായി ദയ. സ്നേഹത്തിൻ്റെ സ്വാഭാവിക ഫലമാണ് ദയ. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരാളുടെ ഹൃദയത്തിൽ ദൈവാത്മാവ് സ്നേഹം വളർത്തിയെടുക്കുവാൻ തുടങ്ങുമ്പോൾ ദയയോടും അനുകമ്പയോടും ക്ഷമയോടും കൂടി മറ്റുള്ളവരോട് പെരുമാറുവാൻ കഴിയുന്നു. വാസ്തവത്തിൽ സ്നേഹത്തിൻ്റെ അടിസ്ഥാന ഫലം ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ദയ മാത്രമല്ല, സൗമ്യതയും സഹിഷ്ണുതയും നന്മയും മറ്റു ഗുണങ്ങളും സ്വാഭാവികമായും അവർ പിന്തുടരും. പരസ്പരം ദയയും അനുകമ്പയും ഉള്ളവരായിരിക്കുക. ക്രിസ്തുവിൽ ദൈവം നിങ്ങളോട് ക്ഷമിച്ചതുപോലെ പരസ്പരം ക്ഷമിക്കുക. ആറാമത് നന്മ.
നല്ല ധാർമ്മികതയോടും ഉദ്ദേശങ്ങളോടും ഒപ്പം മറ്റുള്ളവർക്കായി നല്ല കാര്യങ്ങൾ ചെയ്തും ജീവിതം നയിക്കുന്നതിനെയാണ് നന്മ എന്നർത്ഥമാക്കുന്നത്. നന്മ ആത്മാവിൻ്റെ ഫലമാണ്. ദൈവഭക്തിയുടെ യഥാർത്ഥ അടയാളമാണ് നന്മ ഉണ്ടാവുക എന്നുള്ളത്. ആകയാൽ അവസരമുള്ളതുപോലെ നമുക്കെല്ലാ മനുഷ്യർക്കും നന്മ ചെയ്യാം. ഏഴാമതായി വിശ്വസ്തത. വിശ്വസ്തത വിശ്വസനീയവും വിശ്വസ്തവും സ്ഥിരവും ആശ്രയയോഗ്യവുമാണ്. ഒരു വിശ്വാസി ഈ ഗുണങ്ങളെല്ലാം ഉൾക്കൊള്ളണം. വിശ്വസ്തത ദൈവത്തിന് വളരെ പ്രധാനമാണ്. ജീവിതം എന്തു തന്നെയായാലും തൻ്റെ അനുയായിയായി ദൈവമക്കളായി നടക്കുന്നവർ ദൈവത്തോടും മറ്റാളുകളോടും വിശ്വസ്തത ഉള്ളവരായിരിക്കണം. വിശ്വസ്തതയിൽ അചഞ്ചലരായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയും ചെയ്യുന്നു. പരീക്ഷയിൽ സഹിച്ചു നിൽക്കുന്നവർ ഭാഗ്യവാൻ. കാരണം പരീക്ഷ അതിജീവിച്ചാൽ ആ വ്യക്തിക്ക് കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം ലഭിക്കും. 8. സൗമ്യത. സൗമ്യത ആത്മാവിൻ്റെ ഫലമാണ്. മറ്റുള്ളവരുമായി ഇടപഴകുന്ന രീതിയിൽ സൗമ്യതയുണ്ടാവുക. സൗമ്യമായ വാക്ക് എപ്പോൾ ഉപയോഗിക്കണമെന്ന് വിവേചിച്ചറിയാനുള്ള കഴിവ് ആത്മാവിൻ്റെ വിലയേറിയ സമ്മാനമാണ്. പ്രത്യേകിച്ച് പിരിമുറുക്കങ്ങളും ഉള്ള നിമിഷങ്ങളിൽ ദയയില്ലാത്ത വാക്കോ പെരുമാറ്റങ്ങളോ പ്രതികരണമാകുമ്പോൾ സൗമ്യതയോടെ പ്രതികരിക്കുന്ന വിശ്വാസി യേശുവിൻ്റെയും ദൈവരാജ്യത്തിൻ്റെയും യഥാർത്ഥ പ്രതിഫലനമാണ്. സൗമ്യമായ അല്ലെങ്കിൽ മൃദുവായ ഉത്തരം ക്രോധത്തെ ശമിപ്പിക്കുന്നു, കഠിനവാക്കോ കോപത്തെ ജ്വലിപ്പിക്കുന്നു എന്ന് സദൃശവാക്യങ്ങൾ 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. 9. ആത്മനിയന്ത്രണം. വിശുദ്ധ പൗലോസ് ആത്മനിയന്ത്രണത്തോടെ ആത്മാവിൻ്റെ ഫലങ്ങളുടെ ലിസ്റ്റ് അവസാനിപ്പിക്കുന്നു. മനുഷ്യൻ്റെ പാപ സ്വഭാവം കാരണം എല്ലാവരുടെയും വ്യക്തിത്വത്തിൽ വിപരീതമായ പ്രേരണകളും ഗുണങ്ങളുമുണ്ട്. അവയെ മറികടക്കുക എന്നത് നിരന്തരമായ ഒരു വടംവലിയായിരിക്കും. എന്നാൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുണ്ട്. ബലഹീനതയുടെ മേഖലകളെ തിരിച്ചറിയുവാനും മറികടക്കുവാനും പരിശുദ്ധാത്മാവ് അവരെ സഹായിക്കുന്നു. എന്തെന്നാൽ എല്ലാ മനുഷ്യർക്കും രക്ഷ നൽകുന്ന ദൈവകൃപ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ലൗകിക വികാരങ്ങളോടും അനാസ്ഥയോടും ഇല്ല എന്ന് പറയുവാനും ഈ കാലഘട്ടത്തിൽ ആത്മീയ നിയന്ത്രണവും നേരും ദൈവികവുമായ ജീവിതം നയിക്കുവാനും അത് നമ്മെ പഠിപ്പിക്കുന്നു. സ്വഭാവത്തിൻ്റെ 9 ഗുണങ്ങൾ നിങ്ങളുടെ സ്വന്തം പ്രയത്നത്തിൻ്റെ ഫലമാണെന്ന് വിശുദ്ധ പൗലോസ്ലീഹ എഴുതിയിട്ടില്ല എന്നതോ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ 9 ഗുണങ്ങൾ ആത്മാവിൻ്റെ ഫലമാണ്. ദൈവകൃപയാൽ പരിശുദ്ധാത്മാവാണ് ആത്മാവിൻ്റെ ഫലം നൽകുന്നത്. ഒരു വ്യക്തി ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന നിമിഷം പരിശുദ്ധാത്മാവ് ആ വ്യക്തിയുടെ ജീവിതത്തിൽ വസിക്കുന്നു. ആ വ്യക്തിയെ ക്രിസ്തുവിൻ്റെ സാദൃശ്യത്തിലേക്ക് രൂപപ്പെടുത്തുന്നതും ആത്മാവിൻ്റെ ശക്തിയാണ്. എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ഈ അത്ഭുതകരമായ പ്രവൃത്തി ചെയ്യുന്നത്? ഈ പരിവർത്തനത്തിൽ ക്രിസ്തുവിലുള്ള വിശ്വാസിക്ക് ഒരു പ്രധാന പങ്കുണ്ട്. ആത്മാവിനാൽ നാം ജനിക്കുന്നുവെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക. ഒരാളുടെ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിൻ്റെ ഫലം പരിശുദ്ധാത്മാവിന് നട്ടുവളർത്താൻ കഴിയുമെന്നതിൻ്റെ രഹസ്യം പൗലോസ് വെളിപ്പെടുത്തിയിരിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ നേതൃത്വത്തെ വിശ്വസിക്കുകയും പിന്തുടരുകയും ചെയ്യുക. വിശ്വാസി ദൈവവുമായി അടുത്ത ബന്ധത്തിലായിരിക്കണം. എങ്ങനെയെന്ന് നോക്കാം. ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കുകയും പ്രാർത്ഥിക്കുകയും വചനം വായിക്കുകയും ചെയ്തുകൊണ്ട്. പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന 9 ഫലങ്ങളെക്കുറിച്ചാണല്ലോ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കേട്ടവരുടെ ഒക്കെയും ജീവിതത്തിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുവാനും ജഡാഭിലാഷം ആത്മാഭിലാഷത്തിന് വിരോധമായിരിക്കുന്നു എന്ന് മനസ്സിലാക്കുവാനുമുള്ള വിവേകം നൽകണമേ എന്നും പ്രാർത്ഥിക്കുന്നു. ആകയാൽ ക്രിസ്തു യേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. ആത്മാവിനാൽ നാം ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക. ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും. നന്മ ചെയ്യുകയിൽ നാം മടുത്തു പോകരുത്. തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 14-ാം വാക്യത്തിൽ വിശുദ്ധ പൗലോസ് ഇപ്രകാരം പറയുന്നു: എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിൽ അല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. പ്രിയമുള്ളവരെ, നമുക്ക് നമ്മെ തന്നെ ആത്മശോധന ചെയ്യാം. തെറ്റുകളും കുറവുകളും ജഡത്തിൻ്റെ പ്രവൃത്തികളും ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാം. ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാനായി നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കട്ടെ. യേശുവിൻ്റെ കൃപ നിങ്ങളുടെ ആത്മാവോടുകൂടെ ഇരിക്കട്ടെ. ക്രിസ്തുവിലുള്ള നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ.